നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒന്നായ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ 2025 ഏറ്റവും പുതിയ സ്റ്റെപ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ നമുക്ക് 1 കോടിയിലധികം ആൾക്കാർ യൂസ് ചെയ്യുന്നു. 4.5 സ്റ്റാർ റേറ്റിംഗ് പ്ലേ സ്റ്റോറിൽ നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. നല്ലൊരു ഫണ്ടമെൻ്റൽ അനാലിസിസും നല്ലൊരു ടെക്നിക്കൽ ചാർട്ടും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബ്രോക്കറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 0, അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് 0, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 0, അതുപോലെ തന്നെ നമ്മൾ ഇക്വിറ്റി ഇൻട്രാഡേ, ഇക്വിറ്റി ഡെലിവറി, ഇങ്ങനെ 2 സെഗ്മെൻറ്റിൽ നമ്മൾ മാക്സിമം നമ്മൾ പേ ചെയ്യേണ്ട ബ്രോക്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അല്ലെങ്കിൽ അതിന് താഴെയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കറൻസി, കമ്മോഡിറ്റി എല്ലാ സെഗ്മെൻറ്റിലും. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രോക്കറാണ്. 1 കോടിയിലധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ആരുടെ പേരിലാണോ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഏത് മൊബൈലുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും, OTP വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻകം പ്രൂഫായിട്ട് നമുക്ക് ഫോം 16 അല്ലെങ്കിൽ നമ്മുടെ സാലറി സ്ലിപ്പൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ 6 മാസത്തെ മിനി സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇൻകം പ്രൂഫായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വെള്ള പേപ്പറിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഒന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് കയ്യിൽ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ആദ്യമേ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിനുശേഷം ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. എങ്കിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാൻ നോക്കുക. അങ്ങനെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ആപ്പിൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്ത് അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആൻഡ്രോയിഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ കാണാം. ഇതാണ് നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യാം മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ ഹോം പേജ് ഇൻ്റർഫേസ്, ഫ്രണ്ടിലത്തെ ഹോം പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാകും. പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പറ്റും ഇല്ല. കാരണം ടോട്ടലായിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് KYC വെരിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ താഴെ കംപ്ലീറ്റ് യുവർ KYC എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റെപ്സ് ഏതാണ്, ആദ്യമേ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിനുശേഷം നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, പാനും കാര്യങ്ങളും ആധാർ കാർഡും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം, അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കോൺസെൻസ്, ഫൈനൽ സ്റ്റെപ്സ് ആൻഡ് സൈൻ ആൻഡ് സബ്മിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേന് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇമെയിൽ ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ ഏത് ഇമെയിൽ ID ആണ് ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് ഏത് ഇമെയിൽ ID വെച്ചാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇമെയിൽ IDയിലേക്ക് ഒരു നിങ്ങളുടെ പാസ്വേഡ് അടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OTP ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതൊന്ന് കൺഫേം ചെയ്യുക. നമുക്ക് ഇവിടെ താഴെ ഒരു കൺഫേം എന്ന് പറഞ്ഞൊരു ഒരു 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 മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വരേണ്ടത്, നമ്മൾ മരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ മാരിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കുപ്പേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുവൽ ഇൻകം ഇതൊക്കെ ഏകദേശം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം അക്യുറസി ഇച്ചിരി നോർമലായിട്ട് ഉള്ള ഡീറ്റെയിൽസ് മാത്രമാണ്
അതിനുശേഷം നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഈ കാര്യം കുറച്ച് പോയിൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം താഴെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്, പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. പാൻ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ സെൽഫി എടുക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നല്ല വെട്ടമുള്ളിടത്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു സെൽഫി എടുക്കാൻ നോക്കുക. ടേക്ക് എ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെൽഫി എടുക്കുക. അതിനുശേഷം ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ലിങ്ക് ചെയ്യാം. ഒന്നുകിൽ UPI വഴി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മാനുവൽ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലത്തെ UPI ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടിന്യൂ സെക്യൂർലി വിത്ത് UPI എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം മാനുവലായിട്ടാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അക്കൗണ്ട് നമ്പർ, വീണ്ടും അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്തു, IFSC കോഡ് അടിച്ചു കൊടുത്തു, ബാങ്കിൻ്റെ പേര് അടിച്ചു കൊടുത്തു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും അതുപോലെ തന്നെ നമ്മുടെ പേരും അടിച്ചു കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അവിടെ കൊടുക്കുന്ന ബാങ്ക് നമ്പർ, അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന അക്കൗണ്ട് ഏതാണ്, നമ്മൾ ഏത് അക്കൗണ്ടാണോ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക്, അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതും ആ ഒരു അക്കൗണ്ടിൻ്റെയിലേക്കായിരിക്കും. അതിനുശേഷം സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഡ്രോ സിഗ്നേച്ചർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെള്ള പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡ്രോ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബോക്സിൽ ഇങ്ങനെ സിഗ്നേച്ചർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇറേസ് ചെയ്ത് വീണ്ടും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി എല്ലാ സെഗ്മെൻറ്റും ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സെഗ്മെൻറ്റും ടിക്ക് ചെയ്തിട്ട് ആക്ടിവേറ്റ് ഓൾ സെഗ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആക്ടിവേറ്റ് ഓൾ സെഗ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആക്ടിവേറ്റ് ഓൾ സെഗ്മെൻറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കൊടുത്തത്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുവാണ്. വേണമെങ്കിൽ ഇത് പിന്നീടാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പം അവിടെ നമ്മുടെ ഏതാണോ ബാങ്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതാണോ ബാങ്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ട് രീതിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യാം. ഒന്നുകിൽ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്ലോഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല ഓട്ടോമാറ്റിക്കലി ഫ്ലെച്ച് ചെയ്യാനാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താണെങ്കിലും ഫാസ്റ്റായിട്ട് ഫെച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് നോമിനി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോമിനിയുടെ പേര്, ലാസ്റ്റ് നെയിം, റിലേഷന് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നതാണ്. സൈൻ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ 1 by 1 ആയിട്ട് നമ്മുടെ ഫോട്ടോസ് ചെയ്താൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒന്ന് വായിച്ച് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് സൈൻ ഇൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ Gmail ID-യിലേക്ക് നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ പാസ്വേഡും യൂസർ ID ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പാസ്വേഡും യൂസർ ID ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഓർത്തിരിക്കുക, തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കാണ്. ഓക്കെ, അപ്പോൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. ആ ഒരു വാട്സപ്പ് നമ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്സ്റ്റോക്സ് ഇന്ത്യയിലെ ഒരു മികച്ച സ്റ്റോക്ക് ബ്രോക്കറാണ്. നല്ലൊരു നമുക്ക് ടെക്നിക്കൽ ചാർട്ട് പാറ്റേണും പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ എല്ലാവിധ പ്രോഫിറ്റ് അനലൈസിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ സമ്മറി എല്ലാ കാര്യങ്ങളും അതിമനോഹരമായിട്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്. താങ്ക് യു.